നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ റെസിൻ ലെറ്റർ കീ ചെയിനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിതിൽ കുറച്ച് മുത്തുകൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാലയിലൊക്കെ ഉണ്ടാവില്ലേ ചെറിയ മുത്തുകൾ, പഞ്ചാര മുത്ത് എന്ന് നമ്മൾ പറയുന്നത്, അങ്ങനത്തെ ആ കുഞ്ഞ് മുത്തുകൾ ആണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യണത്. അപ്പം ഒരു ബ്ലൂ കളറിൽ കുഞ്ഞു കുഞ്ഞു മുത്തുകളുണ്ട്. അപ്പം ഞാനത് ഈ നമുക്ക് ഏത് ലെറ്ററാണോ വേണ്ടത് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എം എന്നുള്ള ലെറ്ററാണ് അവർക്ക് വേണ്ടത്. ഞാൻ അതിൽ കുറച്ച് മുത്തുകൾ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഗോൾഡൻ കളറ് ഗ്ലിറ്റർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. അത് നമ്മളൊരു ടൂത്ത് പിക്കിലാക്കിയിട്ട് ജസ്റ്റ് അവിടെ എവിടെയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കളറൊന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് റെസിൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് റെസിൻ 10 മിനിറ്റ് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 3:1 എന്നുള്ള റേഷ്യോയിലാണ് റെസിൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, റെസിൻ ആൽഫബറ്റ് കീ ചെയിൻ ഉണ്ടാക്കുന്നതും റെസിൻ മൊബൈൽ കവർ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതിൽ റെസിൻ്റെ മിക്സിങ്ങിനെ പറ്റിയും റെസിനെ പറ്റിയും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് ഒന്നുകിൽ ഞാൻ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം, പിന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ കുറേ പറഞ്ഞ് വീഡിയോ നീട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ റെസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാത്തത്. അപ്പോൾ ഇതിൽ ഇനി ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ബബിൾസൊക്കെ പോകും. നമ്മൾ ഈ 10 മിനിറ്റ് റെസിൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ തന്നെ അതിൽ കുറേ ബബിൾസ് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ആ മോൾഡിൽ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളൊരു ദിവസം ഇത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ദിവസം തന്നെ വെച്ചിട്ടുണ്ട്. ഒരു 24 മണിക്കൂർ എന്തായാലും വെക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരിക. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായി നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് റെസിൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു ഐ എന്നുള്ള ലെറ്ററും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഷാർപ്പ് എഡ്ജായിട്ട് നിൽക്കുന്നുണ്ടാവും നമ്മൾ ലെറ്റർ ഉണ്ടാക്കിയെടുത്തതിൻ്റെ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത പോലെ ആക്കിയെടുക്കണം. ഒന്ന് ജസ്റ്റ് ആ ഷാർപ്പ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ഇതുപോലത്തെ ഇത് ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ നൈഫാണ്. അപ്പോൾ ഇതുപോലത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നൈഫ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ആ ഷാർപ്പ് എഡ്ജൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈസിയാണ് ഇത് ചെയ്യാൻ. അപ്പം റെസിൻ വാങ്ങിയതും റെസിൻ്റെ യൂസും അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് നോക്കി നോക്കുക. നമുക്കിതിൽ ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ റെസിൻ പിഗ്മെൻറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ പിഗ്മെൻറ്റ്സും ഒക്കെ ഇട്ടിട്ട് പല കളറുകളായിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിനിൽ നമുക്ക് ആൽഫബറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഈസി ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇനി ഇതിന് നമുക്കൊരു കീ ചെയിൻ കൂടെ മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് ബോക്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് ബോക്സിലേക്ക് കൂടെ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ബോക്സിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.